ഇന്ന് ഈ വചസ്സുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ മാർഗം കാട്ടുവാൻ ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനാമൃതം ഓശാന ഞായർ മുതൽ ഈസ്റ്റർ ഞായർ വരെ രാവിലെ 6 മണിക്ക്. ഈശോയുടെ കുരിശിന്റെ വഴിയുടെ എത്ര സ്ഥലങ്ങളാ? 14 സ്ഥലങ്ങളില്ലേ? അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഇളം തലമുറയ്ക്ക് അജ്ഞാതമായി കൊണ്ടിരിക്കുന്ന പെസഹ വിശുദ്ധവാര ദിനാചരണങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന പ്രത്യേക പ്രോഗ്രാം. ഈസ്റ്റർ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. കാരണം അതിൽ നിന്നാണ്, കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ നിന്നാണ് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നത്. സെയിൻസ് ടൗൺ പെസഹ വ്യാഴം ഉച്ചയ്ക്ക് 12:30. പാദം കഴുകുന്ന സ്നേഹത്തെ, ജീവനെ നൽകുന്ന ത്യാഗത്തെ നാം സ്മരിക്കുന്നതും കാണുന്നതും ഈ പെസഹ ദിനാചരണത്തിലൂടെയാണ്. പാദം കഴുകുന്ന സ്നേഹം, ജീവനെ നൽകുന്ന ത്യാഗം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ മനുഷ്യ മക്കളിലേക്ക് കടന്നു വരുന്ന നിമിഷം. നിമിഷം എന്നുടെ ദൈവം എന്റെ വൃത്തിൽ ആഗതനാകുന്ന പരിശുദ്ധമായൊരു നിമിഷം. പാദം കഴുകുന്ന സ്നേഹം പെസഹ ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്. ശരീരത്തെ കീഴടക്കുന്നവൻ ലോകത്തെ കീഴടക്കുന്നു. കളിക്കളം ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ കീഴടക്കുന്നവൻ ദൈവത്തെ അറിയുന്നു. തോൽക്കാനുള്ള മനസ്സാണ് വിജയത്തിന്റെ അടിസ്ഥാനം. കുരിശ് പഠിപ്പിക്കുന്നതും ഈ തോൽവിയുടെ അടയാളമാണ്. കായികമായ അച്ചടക്കത്തിലൂടെ ആത്മീയതയുടെ വഴികളിലെത്തിയ ഒരു വൈദികൻ, ദേശീയ ബാസ്കറ്റ്ബോൾ റഫറിയും അധ്യാപകനും ധ്യാനഗുരുവുമായ റവറൻഡ് ഫാദർ റോയ് ജോസഫ് വടക്കന്റെ ചിന്താചിത്രങ്ങൾ. അഭിഷിക്തമാകുന്ന കളിക്കളം പെസഹ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉന്നതി, ധന്യത എന്ന് പറയുന്നത് അത് പരിശുദ്ധ കുർബാനയുടെ സവിധമണയുമ്പോഴാണ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പരിശുദ്ധ ദിവ്യകാരുണ്യനാഥൻ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായി മാറും. ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയിൽ നിന്നും ജീവിതം ആരംഭിക്കുവാൻ പ്രചോദനമേകുന്ന ദിവ്യകാരുണ്യ അനുഭവങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫ് പെസഹ വ്യാഴം വൈകിട്ട് 6 മണിക്ക്. പെസഹ തിരുനാളിൻ്റെ ഓർമ്മകളുമായി ദിവ്യകാരുണ്യത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു പിടി ഗാനങ്ങളുമായി അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ. ഇതാ ദിവ്യകാരുണ്യം സ്നേഹമായി ഒഴുകിയെത്തുന്ന പെസഹ രാത്രി. കാരിസ് മെലഡീസ് പെസഹ ദിനത്തിൽ രാത്രി 7:30. ദൈവവുമായി നേർക്കുനേർ മല്ലയുദ്ധം നടത്തി വരദാനങ്ങൾ ഏറ്റുവാങ്ങിയ അതിമാനുഷികനായ പിതാമഹൻ യാക്കോബിന്റെ പുത്രൻ ജോസഫ്. നിന്റെ അചഞ്ചലമായ വിശ്വാസം നിന്നെ വഴി നടത്തട്ടെ. ദൈവത്തിനും എന്റെ യജമാനെതിരെ പാപം ചെയ്യാൻ എനിക്കാവില്ല. അടിമപ്പാളയത്തിൽ നിന്ന് ഈജിപ്തിന്റെ അധിപനായി ഉയർത്തപ്പെട്ട പൂർവ്വ ജോസഫിന്റെ ജീവിത സാക്ഷ്യം രംഗവേദിയിൽ ആവിഷ്കരിക്കുന്നു. ഇവൻ ഈജിപ്തിന്റെ അധിപൻ. നാടിനു നന്മകളേകി വിളങ്ങും അധിപൻ, നല്ല
നല്ലൊരു നാളെ ഒരുക്കി ഉണർത്തും അധിപൻ. പാലാ കമ്മ്യൂണിക്കേഷൻസും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്നു അധിപൻ. പെസഹ ദിനത്തിൽ രാത്രി 8 മണിക്ക്.